സാധാരണക്കാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ സാധാരണക്കാരെ എല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഒരു മേയറായി ജലപീരങ്കി വീണിട്ട് കുറെ നാളൊരു ഏകദേശം ഒരു മാസത്തോളം സമരം ഒരുപാട് പോലീസ് മർദ്ദനങ്ങൾ ഈ വയസ്സുകാലത്ത് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായതുകൊണ്ട് കഠിനാധ്വാനത്തിന്റെ ഫലം എപ്പോഴായാലും ലഭിക്കുമെന്ന് അതെല്ലാം മറികടക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും വലിയ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. തലസ്ഥാനത്തിന്റെ നഗരപിതാവായി കഷ്ടപ്പെട്ടതിനൊക്കെ ഫലം കിട്ടിയെന്നുള്ള തോന്നലാണ്. കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടിയതിനാണ് തോന്നുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സാധാരണക്കാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്ന് സമാജവാദി പാർട്ടിയിലേക്ക് വന്ന ആളാണ്. തുടക്കം മുതലേ പ്രവർത്തിച്ച് ഒരുപാട് യാതനകളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ട ഒരാളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ അർത്ഥമായ ഒരു പ്രസ്ഥാനം തോന്നലുണ്ട്. കാര്യം അത്ര കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഭാര്യയുടെ പിന്തുണ എങ്ങനെയാണ്? ഞങ്ങൾ ഫുൾ ടൈം പിന്തുണയാണ്. കാര്യം നമ്മള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധനായിട്ട് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം പിന്തുണയാണ്. ഈ സോളാർ സമരകാലത്ത് ഇതുപോലെ പോലീസ് ജലപീരങ്കി വീണിട്ട് കുറെ നാളൊരു ഏകദേശം ഒരു മാസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ കാരണം വേദന ഉണ്ടായിട്ട് കുറച്ച് നട്ടലല്ല ഈ സൈഡില് അങ്ങനെ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുൾ ടൈം പിന്തുണയുള്ളതാണ്. അത് പറഞ്ഞ എല്ലാവരെയും ഒരുപോലെ കാണുന്ന അങ്ങനെ കാണുന്ന ആളാണ്. അങ്ങനെ കാണുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ലൊരു നഗരമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലൊരു മേയറാവുന്നതാണ്. എനിക്ക് വളരെയധികം സന്തോഷം. അവൻ്റെ അധ്വാനത്തിന്റെ ഫലം കിട്ടി. അത് ജനങ്ങളും പാർട്ടി അവന് നൽകിയത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സ്ഥാനം അവൻ നല്ല രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. സജീവമായി സ്കൂൾ തലം മുതലേ അവൻ സജീവമായി രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന ആള് തന്നെയാണ്. പഠിത്തത്തിനൊപ്പം ഇല്ല, ഞങ്ങളെപ്പോഴും അവന് സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും അന്നും ഇന്നും ഞങ്ങൾ സപ്പോർട്ടാണ് അവന്. ഫാമിലിയുടെ സപ്പോർട്ട് അവന് ബലമായിട്ടുള്ളത് കൊണ്ടാണ് അവൻ ഈ നിലയിലെത്തിയത്. ജനങ്ങളുടെ സപ്പോർട്ട്. അതെ, എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവൻ നല്ല രീതിയിൽ ഈ സ്ഥാനത്ത് ശോഭിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സമരങ്ങൾ ഒരുപാട് പോലീസ് മർദ്ദനങ്ങളൊക്കെ അവൻ ഏറ്റിട്ടുണ്ട്. അതിനൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് വലിയ വിഷമമായിരുന്നു. പാർട്ടിയിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ അവനോട്ട് മാറുകയില്ലായിരുന്നു. ആ രീതിയിൽ അവൻ പ്രവർത്തിച്ചു. അതിന്റെ ഫലം ഇപ്പൊ അവന് കിട്ടി. ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഫലം ഉണ്ടാവുമല്ലോ. അതിന്റെ ഫലമായിരിക്കാം. ഈ വയസ്സുകാലത്ത് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. സാധാരണക്കാരെ എല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഒരു മേയറായിട്ട് മാറണം അവനെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവൻ വളർന്ന അന്തരീക്ഷവും അങ്ങനത്തതാണ്. ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അവൻ കൊച്ചിലെ വളർന്നിട്ടുള്ളത് ധാരാളം ജോലിക്കാരുടെ ഇടയിൽ സാധാരണ കുട്ടിയായിട്ടാണ് അവൻ വളർന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൻ പഠിക്കുന്ന സമയത്തും പാർട്ടി പ്രവർത്തനം എല്ലാ കാര്യങ്ങളിലും അവൻ മുൻപന്തി തന്നെയായിരുന്നു. പഠിക്കാനും പഠിക്കാനായിരുന്നു. ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മേയറാവണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ഏറെ സന്തോഷമുണ്ട്. പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ദൗത്യം പരമാവധി ഭംഗിയായി നിർവഹിക്കാൻ രാജേഷിന് കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. രാജേഷ് അമ്മ പറഞ്ഞതുപോലെ തന്നെ രാജേഷ് പഠിക്കുന്ന കാലം മുതലേ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിന് കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാജേഷ് കഠിനാധ്വാനത്തിൻ്റെ ഫലം എപ്പോഴായാലും ലഭിക്കുമെന്ന് ഞങ്ങൾക്കും ഉറപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രാപ്യനായ ഒരു മേയറായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെല്ലാം സ്വാഭാവികമാണ്. അതുകൊണ്ട് അതെല്ലാം മറികടക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും രാജേഷിനുണ്ടാവട്ടെ.